ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, ഇന്ന് നമ്മൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ റാസൽ ഗെയിമിലേക്കാണ് കേട്ടോ പോണത്. പിന്നെ എൻ്റെ മുമ്പത്തെ വീഡിയോക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയൊരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. കാരണം ഇതിൽ ഞാൻ കുറച്ച് വോയിസ് ഓവറും കുറച്ച് ലൈവ് റെക്കോർഡിംഗ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. പിന്നെ പോകണേക്കാളും മുമ്പ് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണ്ടേ, അപ്പം അതും കൂടി ഞാനിതിൽ കാണിക്കണ്ടേ. എന്നാലേ ഈ ഒരു വീഡിയോ എന്താ പറയുക ഫുള്ളാവുള്ളൂ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ കുളിക്കാണ്ടും ജപിക്കാണ്ടും ഇതേ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കലായിരുന്നു എൻ്റെ പരിപാടി. സംഭവം ഒരു ദിവസത്തേക്കാണ് നമ്മൾ പോകണമെങ്കിലും ഞാൻ ഒരു വർഷത്തേക്കുള്ള സാധനങ്ങളൊക്കെ, അതായത് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ മിക്ക ഗേൾസും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ എന്താ പറയുക, നമ്മളിവിടെ പോവുകയാണെങ്കിലും ഒരു 2 ഡ്രസ്സൊക്കെ നമ്മൾ എക്സ്ട്രാ എടുത്ത് വെക്കും. എങ്ങാനും ഒരു ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ എടുത്ത് വെക്കണതാണ്. ആവശ്യം വരുമോ എന്നറിയില്ല. പിന്നെ ജാനിക്കൂട്ടിയും കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇനി റാസൽ ഗൈമയിലും എനിക്ക് തോന്നുന്നു നല്ല തണുപ്പാണ് എന്നാണ് ഞാൻ കേട്ടത്. പോയി നോക്കാം. പിന്നെ രാവിലെ ഞാൻ ചട്നി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ദോശ ഉണ്ടാക്കി. പിന്നെ അത് ഞാൻ കഴിച്ചു. പിന്നെ അപ്പോഴേക്കും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ജാനിക്കുട്ടീനും എണീപ്പിച്ചു, നിർബന്ധിച്ച് എണീപ്പിച്ച് അതിനും കൊടുത്തു. അങ്ങനെ നമ്മൾ റെഡിയായി ഗൈസ്. ഞാൻ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. കാരണം ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് പോണത്. അതായത് ഇങ്ങനെ ഒരു ക്യാമ്പിങ് കൂടുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായ സന്തോഷം എന്തായാലും എൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ തൊട്ടടിയിലത്തെ ഫ്ലോറിൽ താമസിക്കുന്ന അരുൺചാൻ്റെ റൂമിലെത്തി. ഞങ്ങൾ ഒരുമിച്ചാണ് പോണത്. അതെ, അങ്ങനെ പുള്ളിക്കാരൻ കാവടി തുള്ളിയൊക്കെയാണ് പോണത്. ഇനി വരുമ്പോഴുള്ള കോലം തമ്പുരാനറിയാം. ഇപ്പോൾ നമ്മളങ്ങനെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് സമിതേച്ചി, അരുൺചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. ചേട്ടൻ്റെ പിള്ളേരും ഉണ്ട്. അങ്ങനെ നമ്മൾ വീട്ടുവിശേഷവും നാട്ടുവിശേഷവും കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടി സംഘമാണല്ലോ നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ കാറിൽ ഫുൾ ഒച്ചയും ബഹളവും തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ റാസൽ ഗൈമയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇറങ്ങിയേ. പിന്നെ സമിത ചേച്ചിയാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് തരുന്നത്. നമ്മൾ മാത്രമല്ല, വേറെ കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒപ്പം. ഇതൊക്കെ അരുൺചേട്ടൻ്റെ ഫ്രണ്ട്സും അവരുടെ വൈഫൊക്കെയാണ്. ഇവരൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇപ്പോഴാണ് കാണുന്നത്.
എവിടെ ചെന്നാലും നമ്മളൊന്നും വെറുതെ വിടൂല എന്നുള്ള രീതിയിൽ ഇതേ അവിടെ നിന്ന് എനിക്ക് സമിതി ചേച്ചി കുറെ ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പൂച്ചനെ കണ്ടപ്പോൾ പേടിച്ച അവസ്ഥയാണ് കേട്ടോ ഈ പ്രേതച്ചിരി എന്റെ ചിരിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേ. ഇത് സംഭവം ഞാൻ എപ്പോൾ നോക്കിയാലും ഇവിടത്തെ പ്രത്യേകിച്ച് ദുബായിലെ സ്ഥലങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറക്കും. അത് കാരണം ഞാൻ ഒരു 10-20 പ്രാവശ്യം ചേട്ടനോട് ചോദിച്ചപ്പോഴുള്ള ചേട്ടൻ്റെ മറുപടി ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ പ്ലേസ് എത്താറായിട്ടുണ്ട്. കണ്ടോ, ഈ ഏരിയയൊക്കെ ഫുൾ ഇങ്ങനെ ഓരോ കുന്നുകളാണ്, വലിയ വലിയ കുന്നുകൾ നിറച്ചും. നമ്മുടെ സ്ഥലം അവിടെ എത്തി. അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഒരു കുന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി കയറുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് കയറി, പിന്നെ ചിലവരൊക്കെ അടിയിൽ തന്നെയായിരുന്നു. കണ്ടോ, അടിയിലൊരു ഭാഗം കണ്ടോ, അവിടെയാണ് നമ്മൾ എന്താ പറയുക ടെൻറ്റൊക്കെ അടിച്ച് സ്റ്റേ ചെയ്യാൻ പോണത്. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് അടിയിലേക്കുള്ള വ്യൂ കാണാൻ നല്ല രസമാണ് കാണാനായിട്ട്. ഇത് ശരിക്കും പ്ലേസ് വരുന്നത് ഷൗക്ക ഡാമാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പയ്യെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി. കാരണം നമ്മൾ വേഗം തെന്നിപ്പോവും. കല്ലും പിന്നെ മണ്ണും ഒക്കെ മിക്സ് അല്ലേ, അപ്പോൾ പെട്ടെന്ന് നമ്മൾ കാല് തെറ്റി നമ്മൾ വീഴും ചെയ്യും. വീട് കഴിഞ്ഞാൽ അവിടെ കിടക്കാം, ഒരു കുറേ കൊല്ലത്തേക്ക് നമുക്ക് അവിടെ കിടക്കാം, ചിലപ്പോൾ ജീവൻ പോലും കിട്ടില്ല. അതുപോലത്തെ അവസ്ഥയാണ്. സൂക്ഷിച്ച്, അതായത് പിള്ളേരൊന്നും ഞങ്ങൾ കൊണ്ടുപോയില്ല, ചെറുതുങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ മാത്രമാണ് കയറിയത്. പിന്നെ അപ്പോഴേക്കും താഴെ നമ്മുടെ ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് ടെൻ്റൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ടെൻ്റൊക്കെ നിവർത്തി ഓൾമോസ്റ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 ടെൻ്റൊക്കെ നമ്മൾ വാങ്ങിച്ചിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് അടിക്കും. കണ്ടോ, അപ്പോഴേക്കും നേരം അത്യാവശ്യം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിരുന്നു. ഇത് സ്വാതി ചേച്ചിനൊക്കെ ഞാൻ നേരത്തെ പരിചയമുണ്ടായിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡാണ് ലൗബിൻ ചേട്ടൻ. അങ്ങനെ കുറച്ച് പേരെ ഞാൻ അപ്പം തന്നെ പരിചയപ്പെട്ടു. പിന്നെ ഇത് ജാനിക്കുട്ടി ടെൻറ്റ് കണ്ടപ്പോഴേക്കും ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ കയറാനായിട്ടുള്ള ആക്രാന്തത്തിൽ നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും ഓൾമോസ്റ്റ് ടെൻറ്റൊക്കെ റെഡി ആയിട്ട് ഇതേ 2 കുട്ടി ചെയറിലൊക്കെ അവരെ ഇരുത്തിയായിരുന്നു. നേരായപ്പോഴേക്കും തണുപ്പിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ജാനിക്ക് അവിടെ ഫ്രണ്ടിനെയും കിട്ടി കേട്ടോ, തഹാനിക്കുട്ടി.
പിന്നെ കുറേ ഫുഡൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് ഗ്രിൽ ചെയ്തിട്ടോ. എന്താ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു, ചെമ്മീൻ, കൊഞ്ച്, ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചേട്ടന്മാർ തന്നെയാണ് കേട്ടോ എല്ലാം റെഡിയാക്കിയത്. ഞാനും ജാനിന്തേ നമ്മുടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കളിച്ചു. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും ഒരു 12 മണി 1 മണി ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും കിടന്ന് ഉറങ്ങാറായിട്ടോ. കിടന്ന് കുറച്ചൊരു 2 മണി 3 മണി ആ ടൈമിലാവുമ്പോഴേക്കും നമ്മൾ നല്ലോണം തണുത്ത് വിറച്ചു. ജാനിക്കുട്ടി കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവൾ നല്ല കരച്ചിൽ തുടങ്ങിയായിരുന്നു. കാരണം നമുക്ക് എത്ര മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടാലും അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നല്ലോണം തണുപ്പടിക്കും. അങ്ങനെ അവിടെ കിടന്നു. പിറ്റേ ദിവസം നമ്മൾ ദോശ ഉണ്ടായിരുന്നു, ഓംലെറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ റൂമിൽ നിന്ന് തന്നെ ഞങ്ങൾ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ജസ്റ്റ് അവിടെ ചെന്നിട്ട് നമ്മൾ ജസ്റ്റ് ചുട്ടാൽ മാത്രം മതിയല്ലോ. അങ്ങനെ ഇവിടെ രാവിലെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തോ അരുവി വെള്ളം എന്തൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഒരു 8 മണി 9 മണി 10 മണി ആ സമയമാകുമ്പോഴേക്കും നമ്മൾ 10 മണിക്കുള്ളിൽ തന്നെ ഇറങ്ങിയായിരുന്നു ഇവിടെ നിന്ന്. ഇവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി നമ്മൾ പോണത് ഒരു അരുവി കാണാനൊക്കെയാണ്. പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതും കൂടിയൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി ലെങ്തി ആയി പോവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. എന്തായാലും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.